നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദൈവകൽപ്പനകൾ നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൻ്റെതായ രീതിയിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണോ? തയ്യാറാവുമോ? നമുക്ക് താൽക്കാലികമായിട്ട് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടം വിട്ട് വേറൊരു ലോകമുണ്ടെന്നോ വേറൊരു ജീവിതമുണ്ടെന്നോ വല്ല അറിയാമോ ആർക്കെങ്കിലും? ഇവിടെ തന്നെ എങ്ങനെങ്കിലും കഴിഞ്ഞുകൂടി പോവുക. അതുകൊണ്ട് ഒരുവിധപ്പെട്ട വല്യമ്മച്ചിമാരെ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ഞങ്ങളുടെ നമ്മളിലൂടെ സംഭവിക്കുന്നു. ദൈവത്തെ അറിയുന്ന മക്കള് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടം വിട്ട് പോകണം, ദൈവത്തോട് ചേരണം, ദൈവത്തോട് ചേർന്ന് ആയിരിക്കണം. ലോകത്തെ അറിഞ്ഞവർക്ക് ഇവിടം വിട്ട് പോകാനായിട്ട് ഭയമാണ്. ദൈവത്തെ അറിയാത്തവർക്ക് ഇവിടം വിട്ട് പോകാൻ പേടിയാണ്. കാരണം ദൈവത്തെ അറിയാത്ത മക്കളാണ് നാമമാത്ര ക്രിസ്ത്യാനികൾ. മകന് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴേ മകൻ തന്നെ ചോദിക്കും, ബലിമൃഗം എവിടെയാണ്? അപ്പൂപ്പനെന്താ പറഞ്ഞ്? ദൈവം തരും. ദൈവം തന്നതിനെ കൊണ്ടുവന്ന് മോറിയാമലെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കാൻ പറയുന്നത്. 100 വയസ്സ് വരെ എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ടിരുന്ന ആള് 101ാമത്തെ വയസ്സ് മുതൽ പറയാനാ തയ്യാറാകുന്നേ. എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ വിളിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാ ദൈവം പറഞ്ഞ, നീ അതിനെ കൂടി ഒന്ന് ബലിയർപ്പിച്ചേക്ക്, വേറെ പണിയൊന്നുമില്ല. ദൈവത്തിനെ വിളിക്കേണ്ടവൻ മകനെ മകനെ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാ പാവപ്പെട്ട സാറ ഉറങ്ങിക്കിടന്നപ്പോഴേ കൊണ്ടുപോയി. സാറോട് പറയുകയാണ്, ദൈവം ഇവനെ ഇസഹാക്കിനെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയുടെ അനുവാദം മേടിക്കാൻ നിന്നാൽ എന്ത് പറ്റിയോടെ? അതുവരെയുള്ള അബ്രാഹത്തിന്റെ ജീവിതം അല്ലേ? പറയത്തിൽ ഈ 100ാമത്തെ വയസ്സിൽ കിട്ടിയതാ. ആദ്യം അവിടെ എല്ലാം വിളിച്ചു ബഹളം ഉണ്ടായി കളയുന്നതാണ്. ഞാൻ വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാല് ദൈവം പറഞ്ഞത് ദൈവം തന്നെ വിലവെക്കുകയാണ്. നീ അവന്റെ മേൽ കൈവെക്കുക, വെച്ചു പോകരുത്. അബ്രഹാം വിശ്വാസികളുടെ കോഴിയത്താൽ എന്റെ കോഴി പശുവിന് ആന്ത്രാസ് വരും. ആന്ത്രാസ് ഒന്ന് ചത്തുപോയ പശുവിന്റെ ഉടമ ബോധം കെട്ടുപോയി. ഒരു പശു ചത്തപ്പോ ചിന്തിക്കുന്ന എല്ലാം പോയി, ഇനി ഒന്നുമില്ല, തീർന്നു പോയ മൊത്തം. 15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശു ദൈവം കൊടുത്ത സ്ഥലത്ത് നിന്നിരുന്ന ഓല കടിച്ചു തിന്നു കഴിഞ്ഞപ്പോഴ് അയൽവാസികൾ പറഞ്ഞ് പ്രസവിക്കാൻ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ദൈത്യങ്ങളില തിന്നുകൊണ്ട് പോയത്. നോക്കാൻ ചെന്ന ആളെ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ ഈ പശുവും നിന്റെ തന്നെ സൃഷ്ടിയാണ്, കരുണയായിരിക്കണം പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി. 15 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശുവിനെ പിറ്റേന്ന് കറക്കാൻ ചെന്നപ്പോഴ് 2 ഗ്ലാസ് പാല്. ഒരേ ദിവസം ചെല്ലുന്തോറും പാലിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്ന് 40,000 രൂപയ്ക്ക് മേടിച്ച പശുവിനെ 6,000 രൂപയ്ക്ക് ഇറച്ചി വിലയ്ക്ക് കൊടുത്തു കളഞ്ഞു. നേരം മുടങ്ങും വല്ലവന്റെയും പറമ്പിലും അയ്യത്തോ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അല്ലേ പാത്രം എടുത്തൊന്ന് ചെല്ലുവോ എല്ലാം കറന്ന് കൂട്ടാനായിട്ട്. എന്തോ കറന്ന് കിട്ടിയോ എല്ലാം ഉണ്ടോ അവിടെ? കർത്താവിന് പിൻവലിച്ച് വല്ലവന്റെയും പറമ്പിലാണ് കെട്ടേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഇത് തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാല് നമുക്കും അതുപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ സഹിക്കത്തില്ല, വയറുവേദന, ഉറക്കം വരുത്തില്ല അല്ലേ? ആരെങ്കിലും ഒരു പട്ടുസാരി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ കണ്ട മാറിയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് വേണം. തല തൊടിക്കൂ. ഹല്ലേലൂയ. നമ്മള് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഈശോ ഗെത്സമനിൽ വെച്ച് പറഞ്ഞ്, എന്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. എത്ര പേര് പറയുന്നത്? ഇങ്ങനെ ഏത് പ്രതിസന്ധി സമയങ്ങളിലും ഏത് അസ്വസ്ഥ സാഹചര്യങ്ങളിലും പിതാവേ നിന്റെ തിരിഹിതം പോലെ നിറവേറണമെന്ന് എത്ര പേര് പറയും? എത്ര പേര് പറയും? അങ്ങനെ പറയുന്നവരൊന്ന് കൈകൊള്ളുകയും, പിതാവ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പറയുന്നുണ്ട്, പക്ഷെ അവിടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലെന്നേ ഉള്ളൂ അല്ലേ? ദൈവസന്നതിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ദൈവസന്നതിൽ ഈ വചനം പറയുകയും ബോധ്യങ്ങൾ തരികയും ജീവിത രീതികളൊക്കെ സ്വഭാവത് മാറിലേക്ക് വരാനായിട്ട് ഞാനിന്നും ഒരു തീരുമാനം എടുക്കും. അങ്ങനെ ഞാൻ ജീവിക്കും. ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമ്മള് ജീവിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ്, എത്രമാത്രം സമാധാനമാണ്. വക്രതയും കാപട്യവും കപടതയെല്ലാം ഉപേക്ഷിക്കണം. ഭൂമിയിലുള്ള സകല വസ്തുക്കളോടുള്ള താല്പര്യം ഉപേക്ഷിക്കണം. ദൈവം എന്ത് തരുന്നോ അത് മതി. നമ്മുടെ അവര് വരുന്ന രാവിലെ വരുന്ന കുടിക്കും സാധനങ്ങൾ മാത്രമല്ല കൊണ്ടുവരും. നമ്മൾ മേടിച്ചൊക്കെ വന്നിട്ട് പിരിവിന് വരുമ്പോ അതിന്റെ മുകളിൽ കയറും. ആ ഒന്നിനും കുറവില്ല. നമ്മള് വിചാരിക്കുന്നത് ഏതെങ്കിലും തോമാച്ചൻ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന തോമാച്ചൻ തന്നത്. തോമാച്ചനാണോ തന്നത്? തോമാച്ചൻ്റെ കൂടെ ദൈവദൂതം പ്രവർത്തിക്കുക. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. മുതൽ ചൂളത്തിലെന്ന് പറയുന്ന സ്ഥലത്ത് പിടിക്കുന്നപ്പോഴേ വ്യക്തമായി പിന്നീട് വണ്ടിയൊന്നുമില്ല, ഹർത്താലായി. അവരിനെങ്ങനെ വരുന്നത്? ആ
അവിടെ നിന്ന് നടന്നു വരാനും നമ്മൾ തീരുമാനം പോയി നിൽക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യും എങ്ങനെ ആകുമെന്നുള്ള തീരുമാനം ചെയ്യുന്നു. അങ്ങനെന്തായാലും അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞ് കുറച്ച് കിഴക്കോട് നടന്ന ഒരു ഷാപ്പുണ്ട് അവിടെ ഒരു കലങ്ങിനടുത്ത്. ആ ഷാപ്പിന്റെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്ന സോളോം ബ്രദറിനോട് ഞാൻ പറയും, ബ്രദറെ ഷാപ്പിന്റെ അടുത്ത് പോയി നിൽക്കാനാണ് കർത്താവ് പറയുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചാൽ അതേത് കർത്താവ് ബ്രദറെ പറയുന്നത്? ഷാപ്പിന്റെ എന്താ പറയുന്നത്? ഷാപ്പിന്റെ അവിടെ പോയി അന്നേരമാണൊരു ബസ്, അത് ലാസ്റ്റ് ട്രിപ്പാണ് യുവതിരയിൽ വരുന്നത്. കറുകക്കുറ്റി എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടോന്നറിയത്തില്ല. കറുകക്കുറ്റി ബസ് അതവിടെ വന്ന് ഇങ്ങനെ പോയി കറങ്ങി അവിടെ ആൾക്കാരൊക്കെ നിൽക്കൊണ്ട് ആരെയും കയറ്റിയില്ല. ഈ ഷാപ്പിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും നിൽപ്പുണ്ട്. അവിടെ ഇങ്ങനെ കൈ കാണിച്ചു വന്നല്ലോ, വണ്ടി നിർത്താൻ സാധ്യതയില്ലല്ലോ എന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴേ കൈ കാണിച്ചതൊന്നുമില്ല. ഞാൻ ആ വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് കയറാൻ പറഞ്ഞങ്ങനെ ഞാൻ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ഒന്നിൽ ഈ വണ്ടിയുടെ മുതലാളിയാണെന്ന് പറയണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. ആരും പിടിക്കുവാണ് പിടിയൊന്നുമില്ല, പൊയ്ക്കോട്ടെന്ന് പറഞ്ഞു വണ്ടി. എന്തായാലും ആ വണ്ടി ഓടി ചൂളത്തൊരു മുക്കിന് വന്ന് അവിടുന്ന് വടക്കോട്ട് തിരിഞ്ഞപ്പോഴ് അതില് സൈക്കിളിൽ അവിടെ പോകുന്ന ആൾക്കാരെ പോലും പിടിച്ചു നിർത്തുക പോലീസുകാർ. ആ മുക്കിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർ ഒന്ന് അടച്ച് മുന്നോട്ട് പോകാനായിട്ട് കണ്ടക്ടർ പറഞ്ഞു എന്തായാലും വണ്ടി പൊയ്ക്കോട്ടെ മുന്നോട്ട്. അങ്ങനെ വണ്ടി മുന്നോട്ട് വിട്ട് ഡ്രൈവർ പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം 1500 രൂപയാണെന്ന് അവർക്കുള്ള പിരിവ്. പിടിച്ചു കഴിഞ്ഞാല് ആ പൈസ 2000 രൂപ പേടിച്ച് ഓടിക്കുന്നു. അവരോട് വണ്ടിക്കകത്തിട്ട് ഞാൻ പറയുന്നത് പേടിക്കണ്ട, പൊയ്ക്കുള്ളുക. അപ്പൊ അവരെന്നെ കൊണ്ടുവന്ന് ചേപ്പാട് ജംഗ്ഷനിൽ ഇറക്കാന്നുള്ള കരാറാണ്. ചേപ്പാട് വരെയാണ് പോകത്തുള്ളു, അവിടെ കൊണ്ടുവന്ന് ഇറക്കിയേക്ക എന്ന് പറഞ്ഞു. അങ്ങനെ വന്നേപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് കിഴക്കോട്ട് വിട്ടു. വണ്ടി കിഴക്കോട്ട് വിട്ട് ആൾക്കാരായപ്പോ കണ്ടക്ടറിനും സാറോണതായും വിളിച്ചു വണ്ടി കായംകുളത്തൊക്കെ പോട്ടു, ഒരു വണ്ടി ഓടുന്നില്ല റോഡിൽ കൂടെ. വൈകിട്ട് 8 മണി സമയമായി, ഒരു വണ്ടി പോലും റോഡിൽ കൂടെ ഓടുന്നില്ല. അന്നേരം ആ കണ്ടക്ടർ വിളിച്ചു പറയുന്നത് വണ്ടി കായംകുളത്ത് പോകട്ടെ, ഒരു വണ്ടി നിറച്ച ആളിനെ കൊണ്ടല്ല വരുന്നതെന്ന് ഓർക്കുക. ഒറ്റ ഒരാളിനെ കൊണ്ടാണ് ആ വണ്ടി വരുന്നത്. അവിടുന്ന് ഇവിടെ കായംകുളത്ത് ഇവരെല്ലാം നിന്നിട്ട് വൈകാനിക്കൊന്നും ചെയ്തില്ലേ. വണ്ടി കൃത്യമായിട്ട് ഇവിടെ കായംകുളത്ത് വന്നെത്തി. അവര് കായംകുളത്ത് വന്നിട്ട് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അവർക്ക് പോയാൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കറുകക്കുറ്റി ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും മാനസാന്തരപ്പെട്ടു. അവരോട് ഒരു വചനം മാത്രമേ വണ്ടിക്കകത്തിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. റോമ 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും. ഒരുപാട് വചനമൊന്നും പറഞ്ഞില്ല അവരോട്, ഒരുപാട് കാര്യമൊന്നും പറഞ്ഞില്ല. നിശബ്ദമായിട്ട് ആ വണ്ടിക്കകത്തിരിക്കുക. ഇത്രയും മാത്രമേ അവരോട് ചോദിച്ചുള്ളൂ. ചേപ്പാട്ട് വന്ന വണ്ടി തിരിയുമ്പോഴാണ് അവരോട് ചോദിച്ചത് ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക്. അവര് മാനസാന്തരപ്പെട്ടു. പിന്നെ ഡ്രൈവറ് എന്നോട് പറഞ്ഞു ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി തിരിച്ചു വന്ന് ഇപ്പൊ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് പോവാ. അവരെ അടുത്ത് ഞാൻ ജോലി ചെയ്തിരുന്നപ്പം എന്റെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കാനൊക്കുന്നില്ലായിരുന്നു. ജോലി ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും കടവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 1 രൂപ പോലും കടബാധ്യതയില്ല.
ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോഴ് എല്ലാം സുലഭമാണ്. ആഗ്രഹിക്കുന്നതിലുപരിയാണ് എല്ലാം നമുക്ക് ലഭിക്കുന്നത്. അയലത്തുകാർക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലാണ് ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തന് യാതൊന്നിനും ദൈവഭക്തരെങ്ങനെ പ്രാർത്ഥിക്കും? എപ്പോഴും കേട്ടിട്ടുണ്ട് അവര് നിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, എന്റെ മഹത്വീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ുമായിട്ട് ബന്ധപ്പെടുന്ന മക്കൾ ജീവിക്കുന്നത് വൈകത്തിന്റെ പിതാവിൽ ആത്മാവൂരം നഷ്ടപ്പെട്ടു പോകാനായിട്ടാണ് ഞാൻ അനുവദിച്ചത്. ഒരാത്മാവൂരും നശിച്ചു പോകാൻ അനുവദിക്കരുത്. ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്, ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയാൻ ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചായിരുന്നു, ബ്രദറെ ഈ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, അത് വെറുതെ പറയുന്നതായിരിക്കില്ലയോ? ഞാൻ പറഞ്ഞു, വെറുതെ ഒരു വാക്ക് ദൈവസന്നിധിയിൽ ഇല്ല സിസ്റ്റർ. അവരെ പറഞ്ഞ അന്നാലും അതൊക്കെ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കും. ഞാനന്നേരം എനിക്ക് വലിയ വിഷമമായി കാണാം സിസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ. ഏതെങ്കിലും ഒരു അടയാളം വേണമല്ലോ സിസ്റ്റർ. ഞാൻ പറഞ്ഞ സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരു മാസം സിസ്റ്ററിന് കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈശോയെ നരകം എന്ന് പറയുന്ന സ്ഥലമുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. നിരന്തരം മുട്ടമേൽ നിന്ന് സിസ്റ്റർ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈശോയെ നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോയെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഒരു മാസമൊന്നും പ്രാർത്ഥിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നരകം ഒറ്റ സെക്കൻഡ് വെളിപ്പെടുത്തി കൊടുത്തു. ഒറ്റ സെക്കൻഡ്. സിസ്റ്റർ പറയുന്നത് കിടന്ന കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. അനുഭവമാണ് ദുഃഖവും ദുരിതവും കടബാധ്യതയും പ്രയാസങ്ങളും എല്ലാം നരകത്തിന്റെ അനുഭവമാണ് വരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ തയ്യാറാകാൻ. അപ്പൊ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം, അല്ലേ? ഇപ്പം ഈശോയെ തൊട്ടവരെ ഈശോ തൊടും, ഈശോയെ തൊട്ടവരെ ഈശോ തൊടും. അപ്പോൾ ഈശോ തൊട്ട് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അവരുടെ പേരാണ് വിശുദ്ധര്. ഈശോ തൊട്ടവരുടെ പേര് വിളിക്കുന്നതാണ് വിശുദ്ധര്. ആ വിശുദ്ധരെ ചെന്ന് തൊട്ടാലോ നമ്മൾ ആ വിശുദ്ധിയിലേക്ക് മാറി. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് പ്ലഗിനകത്ത് ഒരു ഇരുമ്പ് ആണിയിട്ടുണ്ട്, അതിനൊന്ന് പിടിച്ചു നോക്കുക. എന്നിട്ട് പറയുന്നു വന്ന് പിടിക്കുന്നവരൊക്കെ എന്താ ചെയ്യുന്നെന്ന് നോക്കുക. എന്തായിട്ട് മാറും അത്? ആദ്യം ഇരുമ്പാണിയെ പിടിച്ചിരിക്കുന്ന ആളെ ഷോക്കടിച്ചെങ്കിൽ 100 പേര് ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ 100 പേരും ഈ ഷോക്കിൽ തന്നെ നിലനിൽക്കും. ഒരാളിൽ നിന്ന് അപ്പുറത്തെ ആളിലേക്ക് പാസ് ചെയ്യുകയാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുകയാണ്. കാരണം മോശ ദൈവത്തെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, അടുത്തത് നിന്നില്ല. ദൂരെ നിന്നുകൊണ്ട് ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ മോശ, അല്ലേ? അപ്പൊ മോശ അങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്
മോശ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴ് എന്ത് സംഭവിച്ചു? ആ നിന്നിരുന്ന ജനങ്ങളെല്ലാം മുഖം പൊത്തി മോശയുടെ മുഖത്തിന്റെ പ്രകാശം കണ്ട്. അതുകൊണ്ട് ഓരോരുത്തര് ഈശോ വന്ന് ദൈവം വന്ന് വിളിച്ച് വേർപെടുത്തുന്ന മരിച്ചു കിടക്കുന്ന ആൾക്കാർ മുഖം കൂട്ടിക്കൊണ്ടുവന്നെങ്കില് ആഹപ്പാടെ വിളറി ഇരുണ്ട് വല്ലാതെ പരിപാടിച്ച മുഖാവുമായിട്ട്. കാരണം അവരുടെ ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായ ഇവരെ ആരാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോഴേ ദൈവം തൊടുന്നവര് പിന്നിൽ നിൽക്കുന്നവര് തൊട്ട് കഴിഞ്ഞാല് ആ ദൈവം തൊട്ടവരെങ്ങനെയാണോ പ്രകാശിച്ചത് അതേപോലെ തന്നെ മറ്റുള്ളവരും പ്രകാശിക്കുക. അതുകൊണ്ടാണ് നമ്മള് ഈ അൽഫോൻസാമെ ദൈവം തൊട്ടതായിരുന്നു. ദൈവം എങ്ങനെ തൊട്ട അൽഫോൻസാമെ? ബിഷപ്പിന് സുഖമില്ലാതായി. അവരുടെ രൂപതയിലെ ബിഷപ്പിന് സുഖമില്ലാതെ കിടപ്പായി. അവസാനം അൽഫോൻസാമ കാണാൻ ചെന്നപ്പോഴേ അൽഫോൻസാമ കർത്താവിനെ ചോദിച്ച്, നിന്റെ മകനെ ഇങ്ങനെ കിടത്തിയാൽ എങ്ങനെയാണ് രൂപതയുടെ കീഴിലുള്ള മക്കളെയൊക്കെ നോക്കുക, കാണുക? അതുകൊണ്ട് ആ ബിഷപ്പിന് വേണ്ടിയിട്ട് ഞാൻ കിടന്നോളാം, എനിക്ക് തന്നേക്കുക. ഇത് നമ്മള് പട്ടി കയറി കൊണ്ട പോലെ ഒരു ചെറിയ വേദന വരുവാന്ന് കാലുപൊക്കിയുടെ ഓടുക, ഇതൊന്നും മാറ്റിത്താ, ഇതൊന്നും മാറ്റിത്താ, ഇതെങ്ങനെയെങ്കിലും ഒന്നും മാറ് ഇല്ലേ? എന്നാൽ അൽഫോൻസാമ പിതാവിനുണ്ടായിരുന്ന രോഗം കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് രോഗിയായി തീർന്ന് അൽഫോൻസാമ കിടന്നിരുന്നിടത്ത് ആ കട്ടിലും തുണികളും സാധനങ്ങളും ഒക്കെ അൽഫോൻസാമ കിടന്നിരുന്ന സമയത്ത് ആരും അതിന്റെ അടുത്തേക്ക് പോലും ചെല്ലാത്തവര് ആ ജീവൻ പിരിഞ്ഞപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും അവിടെയുള്ള ആൾക്കാരെല്ലാം ചെന്ന് ഒരേ സാധനവും കൈ കിട്ടിയതെല്ലാം വലിച്ചു പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. എന്താ കാര്യം? ജീവൻ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗീയ സുഗന്ധമായി മാറി. അവിടെ ഉണ്ടായിരുന്ന സകല വസ്ത്രം അതിഭയങ്കര മണമുള്ളതായിട്ട് മാറി, സ്വർഗീയ സുഗന്ധമുള്ളതായിട്ട് മാറിയതല്ല. അതുകൊണ്ട് ആൾക്കാരതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആർക്കും വേണ്ടാത്ത കല്ല് മൂലക്കല്ലായിട്ട് മാറുന്നത്. ഞങ്ങള് നേരത്തെ അവിടെ പോയതാ. അവിടെ പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജില് അവിടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ പോകുന്ന അന്ന് ഇതുപോലെ അവിടെ ആളും പേരൊന്നുമില്ല, പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടെ അൽഫോൻസാമയുടെ കുഴിമാടമൊക്കെ പുല്ല് പിടിച്ച് കിടക്കുക. ആരും ഉടങ്ങും ചെല്ലുന്നൊന്നുമില്ലായിരുന്നു. അതിപ്പോഴും ആരെങ്കിലും വിളിക്കുന്ന അവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അൽഫോൻസാമ ഇവിടെ ഇരിക്കുന്ന ബാവാന്ന് പറഞ്ഞ് വിളിക്കുന്നോ? ഇല്ല. എന്താ കാരണം? ഈശോ തൊട്ട് ആ പ്രകാശം ഇതാ ഭരണജ്ഞാനം മൊത്തം ഇന്ന് പ്രസരിക്കുകയാണ്, ലോകം മൊത്തം പ്രസരിക്കുകയാണ്. ആരെങ്കിലും അറിഞ്ഞിരുന്നോ നേരത്തെ? ഏതെങ്കിലും മനുഷ്യൻ അറിഞ്ഞിരുന്നോ ഞാൻ അൽഫോൻസാമ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ രോഗിയെ കിടപ്പുണ്ടോന്ന് അറിയാമായിരുന്നോ? ഇല്ല, ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തെ അറിയുന്നവരെ ദൈവം അറിയും. അവരെ ഒരേ ദിവസം ചെല്ലുന്തോറും കൂടുതൽ മേൽമയുള്ളവരായിട്ട് മാറ്റും. വലിയ തിളക്കത്തിന് അവരെ ഉടമകളായിട്ട് മാറ്റും. അതുകൊണ്ടാണ് ഒരേ ദിവസം ചെല്ലുന്തോറും അവരുടെ തേജസ് വർദ്ധിക്കുകയാണ്. എന്താ കാര്യം? അൽഫോൻസാമ നാട്ടിലെങ്കിലും തലയ്ക്ക് കത്തിക്കുന്നുണ്ടോ? അവിടെ ചെന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് നടക്കുന്നുണ്ടോ? നമ്മുടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ്, അൽഫോൻസാമേ നീ കണ്ട് ഈശോയെ എനിക്കും കാണിച്ചു തരണേ. നമ്മൾ നേരിട്ട് കാണാൻ പോയാലോ? നമ്മൾ ദൈവ
ദൈവത്തെ കാണാനായിട്ട് പോകാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പറയുന്നത് ത്രൂ ആയിട്ട് അങ്ങ് പോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും ഇല്ലേ? ഒന്നും വേണ്ട. നമുക്ക് ഇവിടെയുള്ള ഇപ്പം നമ്മളെ ഭരിക്കുന്ന ഉമ്മൻചാണ്ടി, പ്രധാനമന്ത്രി ഒന്നും കാണണ്ട, ഉമ്മൻചാണ്ടി ഒന്ന് കാണാൻ ചെന്ന് ഞാൻ കായംകുളം മര്യസദനിൽ നിന്ന് വരുക, എനിക്ക് ഉമ്മൻചാണ്ടി ഇപ്പൊ കണ്ടേ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചെന്ന് സമ്മതിക്കുക. ഇതൊരു മനുഷ്യന്റെ കാര്യമാണ്. ഒരു മനുഷ്യനെ ഒന്ന് കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം, അനുവാദം മേടിക്കണം, ചെക്കിങ് നടത്തണം, എന്നിട്ടൊക്കെ അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധിയുടെ വിശുദ്ധിയായിരിക്കുന്ന ദൈവം, പാപത്തിന്റെ കൊടുമുടിയിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് തയ്യാറാകാതെ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ആകുമോ? ഈ പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ടാ? ഇപ്പൊ നമ്മള് ചെളിയുള്ള സ്ഥലത്തോട് നമ്മൾ നടന്നു കഴിയുമ്പോ കാലേ മൊത്തം ചെളി പറ്റും. ചെളിയുടെ പുറത്ത് കിടക്കുന്ന വെള്ളത്തിന്റെ മേളിൽ നമ്മള് കാല് കഴിയും. പിന്നെ എങ്ങോട്ടാ ചവിട്ടുന്നത്? പിന്നെ എങ്ങോട്ട് ചവിട്ടും? ചെളിക്കാത്തോട്ട് തന്നെ. എന്നിട്ട് പറഞ്ഞാൽ മതി എന്റെ ചെളിയെല്ലാം പോയി, ഇനിയൊരു ചെളിയില്ല. മതിയോ? അതുകൊണ്ടാണ് പ്രഭാഷകൻ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഉപകാരസ്മരണം വായിക്കുമ്പോൾ ഇവിടെ വായിച്ച് നിങ്ങൾ കേൾക്കുന്ന, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ബ്രദർമാർക്കും എല്ലാ ബ്രദർമാർക്കും നന്ദി, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഉപകാരസ്മരണം എഴുതിയിടുന്നു. കാരണം എന്താ? ഞാൻ പറയുന്ന, നിങ്ങളോട് പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ദൈവത്തെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞു. ഞാൻ കണ്ട് അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചിട്ട് പറയുന്നത്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറയണ്ട് വിളിച്ചു പറയുന്നു. നമ്മളിൽ വ്യത്യസ്തത എന്താ ഉള്ളത്? ഇരിക്കുന്ന എല്ലാവരിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് എനിക്കുള്ളത്? വില വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? ഒരു വണ്ണം കൂടുതലുണ്ട് ഇല്ലേ? അത് ഞാൻ കർത്താവിനോട് ചോദിച്ച് മേടിച്ചതാ. യാതൊരു രോഗവും ഇല്ലായിരുന്നു, ഒരു രോഗവും ഇല്ല. അപ്പോഴാണ് ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ എന്റെ കൂടെ ഉണ്ടോന്നുള്ളതിന്റെ തെളിവ് എന്താണ്? എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ എപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ടെന്നുള്ളത്. കർത്താവ് നിനക്ക് തെളിവ് തരാം. 2 ആഴ്ച കഴിഞ്ഞപ്പോഴ് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. ഡോക്ടറിലേക്ക് പോയി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴ് 290 ബ്ലഡ് ഷുഗർ. 290 ബ്ലഡ് ഷുഗർ ഉണ്ട്. ഇത്രയും ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴ് ഞാൻ അവിടെ നിന്ന് ഈശോയെ മഹത്വം പറഞ്ഞപ്പോഴ് ഹിന്ദുവായിരുന്നു അത് ഓർത്തു. പുള്ളിക്കാരിക്കുന്നത് തന്നെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, കുഞ്ഞുമോൻ നോർമലല്ലേ എന്ന് ചോദിച്ചു. ഷുഗറാണെന്ന് പറഞ്ഞപ്പോഴ് ദൈവമേ നന്ദി, പിതാവേ നന്ദി എന്നൊക്കെ പറയണമെങ്കിൽ വട്ടുള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. 290 പാസ് ചെയ്യാൻ ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോഴേ ബോധം കെട്ട് വീഴത്തതേ ഉള്ളൂ. കാരണം ജീവിതം തീർന്നു ഇല്ലേ? ജീവിതം പോയി, ഇനി വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് ഞെട്ടുന്ന ഈയോ ഷുഗർ എന്നും പറയുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ച് മേടിച്ചതാ. പക്ഷേ നീ എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം വേണം. യാതൊരുവിധ രോഗവും ഇല്ലായിരുന്നു എനിക്ക്. 95 പോയി ധ്യാനം കൂടി വന്നതിന് ശേഷം 98 വരെ യാതൊരുവിധ രോഗാണുക്കളും എന്റെ ശരീരത്തിലില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവര് സഹനത്തെ സ്വീകരിക്കാൻ 2 കൈയും നീട്ടി തയ്യാറാകും എപ്പോഴും. അതുകൊണ്ടായപ്പോഴേ ഇത് പിന്നെ സഭയിലില്ലാത്ത, സഭ വിലക്കിയതാ, IMS സഭയിലില്ലാത്തന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശാന്തച്ചൻ നിങ്ങളോട് കാല് പിടിക്കുന്നവരെ പറയാം, എന്റെ ഉത്തരവാദിത്തത്തിലാണ് ഇത് നടക്കുന്നത്, ഞാനാണിത് നടത്തുന്നത്, അംഗീകരിക്കുവാരലും അംഗീകരിക്കുന്ന. അത് സഭയിലില്ല. ഹല്ലേലൂയ.
പേടിപ്പിക്കാൻ പറ്റുന്ന ഏത് വകുപ്പാ ഉള്ളത്? സഭയുടെ പേരും പറഞ്ഞാണ് നമ്മാവൻ പേടിപ്പിച്ച് നിർത്തുന്നത്. ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നത്? ഇതൊരു സഭയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? ആണോ? അപ്പൊ മയ്യസാധനത്തിന്റെ നേട്ടത്തിനാണോ? ഇവിടെ വരുന്നവരുടെ പ്രശ്നം പരിഹാരമാനാണ്. പൂവത്തെന്ന് കുറെ ആൾക്കാർ ഇവിടെ വന്ന് വർഷങ്ങളായിട്ട് കൊണ്ടുനടന്ന കാലിന്റെ മുറിവ് കർത്താവ് സൗഖ്യം കൊടുത്ത് പല പ്രശ്നങ്ങളും പരിഹാരമായി. വന്ന സകല ജനങ്ങൾക്കും വിടുതൽ, മാറ്റം. അന്നേരം ഏതോ ഒരു പിശാച് ഇവിടെ വന്നിട്ട് തിരിച്ചെന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ അവിടെ വ്യക്തികളാ നടത്തുന്നത്, IMS-ന്റെ കീഴിലൊന്നും അല്ല നടക്കുന്നത്. ഉടനെ അച്ഛനാ വേണ്ട, അവിടെ പോകണ്ട. ഒരു പള്ളി വരുന്ന അച്ഛൻ എത്ര നാള് നിൽക്കും അവിടെ? എത്ര നാള് കാണും? 2-3 വർഷം കാണും. അത് കഴിയുമ്പോ അവര് ആ ചന്തിക്കത്തെ പൊടിയും തട്ടി അവരങ്ങ് പോവും. എന്റെ ആവശ്യങ്ങളോ ഇവിടുന്ന് നടക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വന്നു കൂടുന്ന ഈ മക്കളെല്ലാം ഒരു മനസ്സോടുകൂടി, ഒരുമയോടുകൂടി ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് കരങ്ങൾ ചേർന്ന് ഇവിടെ സ്തുതിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 18:20. എന്റെ നാമത്തിൽ 2-3 പേരുടെ കൂടുന്നോ അതുകൊണ്ടായി വരുന്നവർക്ക് വിടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ അംഗങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിതാവേ, ഇത് രാവിലെ മുതൽ ഈ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ വീക്ഷണത്താലോ ആരെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കാൻ ഇടയായിട്ടുള്ള കർത്താവിന്റെ നാമത്തിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഈ ലോകത്തോടും ക്ഷമ ചോദിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ് ക്ഷമാർപ്പണം നടത്തുന്നത്? ഈ വരുന്ന ഒരേ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ഈ ക്ഷമാർപ്പണം നടക്കുന്നത്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിടുതലോ മാറ്റങ്ങളോ ഒക്കെ കിട്ടേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മള് പള്ളിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ കിട്ടേണ്ടതില്ലേ അത്? ഇല്ലേ? എത്രയോ നാളുകൊണ്ട് പള്ളിയിൽ പോവുക, എന്തെങ്കിലും ഒരു മാറ്റം. ഇന്ന് മുതൽ ഞാനാരും ചീത്തയെങ്കിലും വിളിക്കുന്നില്ല. എടുക്കാൻ പറ്റുമോ തീരുമാനം? ഒക്കുവോ? അവനിവിടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അന്നേരം തരുവിടിയ നമ്മള് കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടി ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ രോഗങ്ങൾ മാറുന്ന, പ്രശ്നങ്ങൾ പരിഹാരമാകുന്ന. ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതാണോ അത്? ഒരു ഉണ്ണിയപ്പത്തിന്റെ അത്രയും വലിപ്പമുള്ള മുഴയുണ്ടായിരുന്ന ഒരു അമ്മയ്ക്ക് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. കർത്താവ് സന്ദേശം വന്ന ആരുടെയൊക്കെയോ മുഴ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി അതൊന്നും കാര്യമാക്കില്ല, കാരണം മുഴയുടെ സ്ഥിരമായിട്ടുള്ളതല്ലേ, ഇത് പോകുന്നതല്ലെന്ന് അമ്മച്ചി ചിന്തിച്ചു. അവസാനം വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദറെ എന്റെ മുഴ എവിടെ പോയെന്ന് കണ്ടില്ല, ബ്രദറെ എന്റെ കാലിലുള്ള മുഴ എന്തെന്ന് കണ്ടില്ല, മുഴ പോയി. അവര് നടന്നു പോകുന്ന പോക്കിൽ സൗഖ്യമാവുക. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ ഇരുന്ന് നിങ്ങൾ സന്ദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സംസാരിക്കരുത്. രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. നിങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും രോഗശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. കർത്താവേ, നിന്റെ വാക്കുകൾ ഒരുപാട് കേട്ട് ഇത്രയും പ്രായമൊക്കെയായി ഇന്ന് വരെ യാതൊന്നും പ്രാവർത്തികമാക്കാൻ തയ്യാറായില്ല. ഇനിയെങ്കിലും ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവൻ പോലും പരാജിതരാകില്ല. ഒരേ ദിവസം ചെല്ലുന്തോറും അപകീർത്തിയിലേക്ക് വരുത്തേയുള്ളൂ. യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരുവരും നിരാശരാകില്ല, പരാജയപ്പെടുകയില്ല. അത് പ്രകാശം പോലെ ഉദയം ചെയ്യത്തേയുള്ളൂ ഒരേ ദിവസം ചെല്ലുന്തോറും. എന്നാൽ കർത്താവെ, ഒരുപാട് ധ്യാന പ്രസംഗങ്ങളിലൂടെ, ഒരുപാട് കൗൺസിലിങ്ങിലൂടെ എല്ലാം കേട്ട് ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല. ഇനി ഒരു നിമിഷമുള്ളെങ്കിൽ ഈശോയെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാണ്ട് തീരുമാനം എടുക്കുകയാണ്. ഈശോയെ, ഞാൻ ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഈശോയെ, അവിടത്തേക്ക്